നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഏതാനും നാളുകൾക്ക് മുൻപാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രേണു സുധി രംഗത്ത് എത്തിയത്. നിലവിൽ കീമോകൾ നടക്കുകയാണ്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന രേണു സുധിക്ക് അടുത്തിടെ നടി സീമാജി നായർക്ക് ഒപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരുന്നു. ഐസിയുവിൽ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചത്. പിന്നാലെ നിരവധി പേരായിരുന്നു ഇതിന് വിമർശനവുമായി രംഗത്തെത്തിയത്. ഐസിയുവിൽ ആരെയാണ് കയറ്റുന്നതെന്നും രേണു ഉഡായിപ്പാണെന്നുമെല്ലാം വിമർശകർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു സുധി. സീമാജി നായർ തന്നെ കാണാൻ വന്നു എന്നത് ശരിയാണെന്നും എന്നാൽ ഐസിയുവിൽ കയറിയിട്ടില്ല എന്നും രേണു പറയുന്നുണ്ട്. താൻ ഷെയർ ചെയ്തത് ഫോട്ടോ ആണെന്നായിരുന്നു രേണു പറഞ്ഞിരിക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് അൻഷാദ് എന്ന് പറയുന്നവർ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ആശുപത്രിയിൽ വന്നു എന്നത് ശരിയാണ്. എന്നെ കാണാൻ ഐസിയുവിൽ കയറിയിട്ടുമില്ല. എന്നെ നേരിട്ട് കണ്ടിട്ടുമില്ല. വീഡിയോ കോളിലൂടെയാണ് ചേച്ചി എന്നെ കാണിച്ചു തന്നത്. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോ ആണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും അത് മനസ്സിലാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ആ ഫോട്ടോ എന്റെ സുഹൃത്തുക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. എല്ലാവർക്കും അത് ആണെന്ന് അറിയാവുന്ന കാര്യമാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് ഐസിയുവിൽ ഇടുന്നത്. ആരെയും അങ്ങോട്ടേക്ക് കയറ്റത്തുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേഴ്സുമാർ വിളിക്കുമ്പോഴാണ് എന്റെ ചേച്ചിയെ വരെ അവർ അതിനകത്ത് കയറ്റിയിരുന്നത് എന്നായിരുന്നു രേണുവിന്റെ പ്രതികരണം. എനിക്ക് സഹായം ചെയ്യുന്നവരെയും എന്നെ വന്ന് കാണുന്നവരെയും ഇങ്ങനെ ക്രൂശിക്കരുത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ക്യാൻസർ ആണെന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, വിഷം തന്നോ കുത്തിയോ കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് മരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് എന്നും രേണു സുധി കൂട്ടിച്ചേർക്കുന്നുണ്ട്. രേണു സുധി അർബുദബാധിതയാണെന്ന് വെളിപ്പെടുത്തിയ ശേഷം അവർക്ക് എതിരെ ഉണ്ടായ വെറുപ്പുകളും വിദ്വേഷ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ അല്പം കുറവ് വന്നത് ഇപ്പോഴായിരുന്നു. അവരോട് ജനങ്ങൾക്ക് സഹാനുഭൂതിയും വർദ്ധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പഴയതിനേക്കാൾ 10 മടങ്ങായി രേണുവിന് എതിരെയുള്ള സൈബർ ബുള്ളിയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോകളും പോസ്റ്റുകളും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തിന് രേണുവിനെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും എത്തിയ സെലിബ്രിറ്റികൾ പോലും സൈബർ ബുള്ളിയിങ്ങിന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസം മുൻപ് നടി സീമാജി നായർ രേണുവിനെ സന്ദർശിക്കാൻ സഹായം നൽകുവാനുമായി എത്തിയിരുന്നു. രേണു ഐസിയുവിലായതിനാൽ നേരിട്ട് കാണാൻ സീമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. രേണുവിന്റെ കുടുംബത്തെ കണ്ട് കാര്യങ്ങൾ തിരക്കി മടങ്ങുകയാണ് ചെയ്തത്. അസുഖ കിടക്കയിൽ തന്നെ കാണുവാനും ആശ്വസിപ്പിക്കാനും എത്തിയ വ്യക്തി എന്ന നിലയിൽ സീമയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രേണു ഒരു പോസ്റ്റ് പങ്കുവെക്കുകയായിരുന്നു. ആ പോസ്റ്റ് വലിയ വിവാദമായി മാറുകയായിരുന്നു. പിന്നീട് രേണുവിനെ സീമ ഐസിയുവിൽ കയറി കണ്ട ഫോട്ടോ എടുത്തു എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു. രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് താരത്തിന്റെ സുഹൃത്തായ അർഷാദ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രേണുവിന്റെ പുതിയ വിവാദങ്ങളായ വീഡിയോക്കെല്ലാം അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോഴാണ് താൻ അറിയുന്നതെന്നും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുമാണ് അതുമായി ബന്ധപ്പെട്ട് രേണു സുധി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സീമാജി നായർ നടത്തിയ പ്രതികരണങ്ങളാണ് ഇതിനിടയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. നല്ലത് എന്ന് വിചാരിച്ച് ചെയ്തത് തെറ്റായി മാറിയിരിക്കുകയാണ്. എന്റെ മുന്നിൽ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും നല്ലതാകണം എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ പ്രശസ്തിക്കോ വേണ്ടിയോ അല്ല. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ PR വർക്ക് തുടങ്ങാമായിരുന്നു. അത് പലപ്പോഴും അവസാന നിമിഷം ആകും കൂടെയുള്ളവർ പോലും അറിയുന്നത്. പക്ഷേ എന്തോ നമ്മൾ ഒന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്ന്. എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ വർക്കിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ വഴിയിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം നിർത്താം, സമാധാനമാണ് എനിക്ക് വലുത് എന്നുമായിരുന്നു സീമാജി നായർ കുറിച്ചത്. തന്നെ സഹായിക്കാൻ വരുന്നവരെ ക്രൂശിക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിരുന്നു. എന്നെ സഹായിക്കാൻ വരുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ദയവ് ചെയ്ത് ഇങ്ങനെ ക്രൂശിക്കരുത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ഞാൻ ക്യാൻസർ രോഗിയാണെന്നോ ചികിത്സയിലാണെന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്നെ വന്ന് വിഷം തന്നോ കുത്തിയോ കൊന്നേക്കൂ. ക്യാൻസർ വന്ന് വേദന തിന്ന് മരിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ അതിന്റെ പേരിൽ മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നുമായിരുന്നു രേണു സുധി പറഞ്ഞത്.
അതുപോലെ തന്നെ രേണു തൊട്ടതെല്ലാം ഇപ്പോൾ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രേണു സുധിയും കിച്ചുവും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരായിരുന്നു അതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്ത് എത്തുകയും ചെയ്തത്. കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച സ്ഥലം നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയലാണ്. രേണുവുമായി ഒരിടയ്ക്ക് ബിഷപ്പ് ചില പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഇരുവരും മറന്ന് വീണ്ടും സംസാരിച്ചു തുടങ്ങിയത് രേണുവിന് അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഷപ്പ് സുധിയുടെ മകൻ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ രേണുവിനെ പിന്തുണച്ച് ബിഷപ്പ് സംസാരിച്ചത് ചർച്ചയായി മാറുകയാണിപ്പോൾ. ഇപ്പോഴിതാ ബിഷപ്പിന്റെ അഭിമുഖം കണ്ടപ്പോൾ തനിക്ക് തോന്നിയ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ. ഭീഷണിപ്പെടുത്തലിന്റെ പീക്ക് സൈഡാണ് ബിഷപ്പിന്റെ വായിൽ നിന്നും കേട്ടത് എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. സായി കൃഷ്ണ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കിച്ചുവിനെതിരെ ബിഷപ്പ് സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിലാണ്. അതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ബിഷപ്പിന്റെ അഭിമുഖം രേണുവിന് വീണ്ടും വെറുപ്പ് സമ്പാദിച്ചു കൊടുക്കത്തേയുള്ളൂ. ഇവരാരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് ബിഷപ്പ് സംസാരിച്ചത്. കിച്ചുവിനും രേണുവിനും എല്ലാം മുന്നോട്ട് ജീവിതമുണ്ട്. പാസ്റ്റ് ലൈഫിൽ പല ഡാർക്ക് സൈഡുകളും ഉണ്ടായിട്ടുണ്ടാകാം. കിച്ചു തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ആ ഡാർക്ക് സൈഡ് അവനെ ഭീഷണിപ്പെടുത്താനുള്ള മാർഗമായി ബിഷപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അവനിപ്പോൾ അതേ വഴി തന്നെ നടക്കുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞ് വിശദീകരിച്ച് ശരിയാക്കാവുന്നതാണ്. അതല്ലാത്ത പക്ഷം പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. ബിഷപ്പ് കൊടുത്ത വീട്ടിൽ കിച്ചു നിൽക്കുന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാകാം അവൻ അവിടെ നിൽക്കാത്തതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. രേണുവിന്റെ രോഗാവസ്ഥ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ സുഖം പ്രാപിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കിച്ചുവും രേണുവും അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നമാണ്. അവർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് മാറ്റുകയും ചെയ്യും. അവർ ഒന്നാകുകയും ചെയ്യും. അവർക്കിടയിൽ ഉപദേശിക്കാൻ എന്ന വ്യാജേന ഇവരൊക്കെ ചെന്ന് തമ്മിൽ അടുപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്തലിന്റെ പീക്ക് സാധനമാണ് ബിഷപ്പിന്റെ വായിൽ നിന്നും കേട്ടത്. കുറേയധികം ട്രോമകളുള്ള ലൈഫാണ് കിച്ചുവിൻ്റെത്. 4 ആളെ വിളിച്ചെടുത്ത് ഉപദേശിക്കാനുള്ള അവകാശം അച്ഛനമ്മമാർക്കും ബിഷപ്പുമാർക്കും സൊസൈറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. ബിഷപ്പ് ചെയ്യേണ്ടിയിരുന്നത് ഒരു മീഡിയേറ്ററായി നിൽക്കേണ്ടതായിരുന്നു. രേണുവിന്റെ കാര്യങ്ങൾ കിച്ചുവിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതിയായിരുന്നു. അതിനു പകരം കൊട്ടേഷൻ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ബിഷപ്പ് സംസാരിക്കുന്നത് ശരിയായിരുന്നില്ല. രോഷം കൊള്ളേണ്ട തരത്തിൽ ബിഷപ്പ് എന്തെങ്കിലും കേട്ട് കാണുമായിരിക്കും. കിച്ചു അവന്റെ ലൈഫുമായി മുന്നോട്ട് പോവുകയാണ്. പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളല്ല കിച്ചു. കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റി ഒന്നുമല്ല അവൻ. സായി കൃഷ്ണ പറയുന്നത് ഇങ്ങനെയെല്ലാമായിരുന്നു. സായി കൃഷ്ണയുടെ വീഡിയോ വൈറലായപ്പോൾ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഇതിന് താഴെയും വന്നിരുന്നത്. അതിലൊരാൾ രേണുവിനെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ കിച്ചു വിളിച്ചതായി കുറിക്കുന്നുണ്ട്. രേണുവിന് ക്യാൻസർ ആണെന്ന വാർത്ത ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ കിച്ചു രേണുവിനെ കോൾ ചെയ്തിരുന്നു. പക്ഷേ രേണുവിന്റെ ചേച്ചിയാണ് ഫോൺ എടുത്തിരുന്നത്. രേണുവിനോട് സംസാരിക്കാൻ പറ്റിയില്ലെന്ന് കിച്ചുവിനോട് അവർ പറയുകയും ചെയ്തിരുന്നു. ഈ കാര്യം താടിയും പൊട്ടുമെന്ന ചാനലിലൂടെ കിച്ചുവിനോട് അടുപ്പമുള്ളവർ വന്ന് പറഞ്ഞ കാര്യമാണ്. കിച്ചു വന്ന് കണ്ടില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ട് രേണുവാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. അപ്പോൾ അവൻ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ ബിഷപ്പിനെയും ബ്രെയിൻ വാഷ് ചെയ്ത് രേണുവും ഫാമിലിയും എന്താണ് ഈ കാണിക്കുന്നത് എന്നെല്ലാമായിരുന്നു കമന്റുകൾ.